ഗായ്സ്, ഇന്നൊരു കിടിലൻ റെസ്റ്റോറൻറ്റിനെ പറ്റി പറയാമെന്ന് കരുതുകയാണ്. കാരണം ഈ ഹോട്ടലിലെ ഭക്ഷണത്തിന് കിടിലൻ രുചിയാണ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ വിലയാണെങ്കിലോ വെറും തുച്ഛം. ഞങ്ങൾ ഇന്നലെ കോന്നിയിൽ നിന്നും വരുന്ന വഴിയായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞതനുസരിച്ചാണ് ഈ സ്പൈസ് ഗാർഡനിൽ കയറിയത്. ബ്രദർ പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന ആൾക്കാരാണ് ഈ ഹോട്ടൽ നടത്തുന്നത്. സാധാരണ ഞങ്ങൾ വൈകുന്നേരം ലഘുഭക്ഷണം അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് ഈ ഹോട്ടലൊന്ന് കാണാമെന്ന് കരുതി കയറിയതാണ്. എൻ്റെ പൊന്നെ, നിങ്ങൾക്ക് കേൾക്കണോ? ഹോട്ടൽ സ്പൈസ് ഗാർഡനിൽ നല്ല കിടിലൻ മസാല ദോശയ്ക്ക് വെറും 80 രൂപ മാത്രം. വിശ്വസിക്കാമോ? ഞാൻ കോട്ടയത്ത് കുറേ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്, മസാല ദോശ കഴിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് കേരളത്തിൽ വരുമ്പം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ മസാല ദോശ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുള്ളപ്പോൾ മസാല ദോശയ്ക്ക് ഏറ്റവും കുറഞ്ഞ വില 150 രൂപയായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. എന്നാൽ അതിനൊന്നും പണ്ടത്തെ പോലെ രുചി പോലും കിട്ടിയിരുന്നില്ല കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടി ഓരോ മസാല ദോശയും ഓരോ കാപ്പിയും കുടിച്ചു കഴിഞ്ഞപ്പോൾ വെറും 300 രൂപ മാത്രം. 80 രൂപ മസാല ദോശയ്ക്കും 20 രൂപ കാപ്പിക്കും. ഈ ബില്ല് വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വീണ്ടും അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് കണക്കൊന്നും തെറ്റിയില്ലല്ലോ? ഞങ്ങൾ 3 പേര് കഴിച്ചതാണ്. 3 മസാല ദോശയുണ്ട്, 3 ചായയുണ്ട്. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ വിലയെന്ന്. ശരിക്കും എൻ്റെ കണ്ണ് തള്ളിപ്പോയെന്ന് പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. എന്നാൽ പറയാം ഈ സ്പൈസ് ഗാർഡൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. ഈ സ്പൈസ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ തിരുവഞ്ചൂരിലാണ്. എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലൊന്നും അല്ല കേട്ടോ. മണ്ണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ തിരുവഞ്ചൂർ കവലയ്ക്കടുത്ത് മെയിൻ റോഡിൽ തന്നെയാണ് ഇത്. ഏറ്റുമാനിൽ നിന്നും മണ്ണർകാട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ സ്പൈസ് ഹോട്ടൽ. ഇനിയും ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഈ ഹോട്ടൽ കോട്ടയത്തെ 4 മണിക്കാറ്റിൻ്റെ തൊട്ടടുത്താണ്. 4 മണിക്കാറ്റൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ സുപരിചിതമല്ലേ? ഈ 4 മണിക്കാറ്റിൽ 4 മണിയായാൽ പിന്നെ ഈ സ്ഥലത്ത് ഭയങ്കര ട്രാഫിക്കാണ്. എവിടുന്നെല്ലാമാണെന്നോ ആൾക്കാർ ഇവിടെ എത്തുന്നത്. ഇവിടെ വന്നിരുന്നേ ഇവിടുത്തെ നിലയ്ക്കാത്ത കാറ്റും കൊണ്ട് മരങ്ങളുടെ തണലിൽ വയൽപ്പാടങ്ങളെയും നോക്കി വടയോ പഴംപൊരിയോ ബോണ്ടായോ ഒക്കെ കഴിച്ച് അങ്ങനെ അങ്ങ് ഇരിക്കാൻ ഒത്തിരി രസമാണ്. കാമുകന്മാരും ഫാമിലിയും കുട്ടികളും പ്രായമായവരും ഒക്കെ ഇവിടെ വന്നിരുന്ന് ചില്ലാവുന്നത് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 4 മണിക്ക് 4 മണിക്കാറ്റിൽ വന്ന് ചില്ലായി സൂര്യാസ്തമയം ഒക്കെ കണ്ടതിന് ശേഷം സെയിം റോഡിൽ കൂടി ഏറ്റുമാനൂർക്കുള്ള ഡിറക്ഷനിൽ 1 കിലോമീറ്റർ പോയാൽ റൈറ്റ് സൈഡിലാണ് ഈ സ്പൈസ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വളരെ തുച്ഛമായ ചിലവിൽ നല്ല ഒരു ഉഗ്രൻ ഒരു ഡിന്നറും കഴിച്ചിട്ട് വീട്ടിൽ പോകാം. അതോ ശരിക്കും തുച്ഛമായ ചിലവിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ നാളെ മുതൽ ചൈനീസ് ഐറ്റംസും സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിഞ്ഞത്. ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. ഇനിയും ഈ ഹോട്ടലിനെ പറ്റി പറഞ്ഞാൽ ഇഷ്ടം പോലെ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലവുമുണ്ട്. ഫ്രണ്ടിൽ മാത്രമല്ല പുറകിലും ധാരാളം സ്ഥലമുണ്ട്. അതുകൊണ്ട് എത്ര പേര് വന്നാലും ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇവിടെ AC-യും നോൺ AC-യും റൂംസ് ഉണ്ട്. അതുപോലെ ക്ലീനായ ഒരു റെസ്റ്റോറൻ്റാണ്. അതുപോലെ തന്നെ റെസ്റ്റ് റൂംസും വളരെ ക്ലീൻ തന്നെ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് കയറിയാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാം. നിങ്ങൾ ഇവിടെ ഒന്ന് കയറിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് ഇടണേ.